ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. കഴിഞ്ഞ ദിവസത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കൊയ് ഫിഷസിനെ പുതുതായിട്ട് പെറ്റായിട്ട് വളർത്തുന്നവർ ചെയ്തു വരുന്ന 5 കോമൺ മിസ്റ്റേക്കുകളാണ്. നമ്മുടെ ഒന്നാമത്തെ മിസ്റ്റേക്കാണ് ഓവർ ഫീഡിങ് എന്ന് പറയുന്നത്. കൊയ് ഫിഷസിന് നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു 3 തൊട്ട് 5 മിനിറ്റ് വരെ അതിന് കഴിക്കാൻ പാകത്തിനുള്ള ഫുഡ് മാത്രം കൊടുത്താൽ മതിയാകും. അല്ലാത്ത ഫുഡ് എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ തന്നെ അതിന് നമ്മൾ അരിപ്പ വെച്ച് എന്തെങ്കിലും കോരി പോണ്ടിന്ന് മാറ്റാം. ഇങ്ങനെ നമ്മൾ മാറ്റാതെ കിടന്ന, അതായത് കൊയ് ഫിഷസ് കഴിക്കാതെ കിടക്കുന്ന ഫുഡ് നമ്മൾ ടാങ്കിൽ നിന്ന് മാറ്റാതെ കിടന്നാൽ ആ ഫുഡ് നേരെ ടാങ്കിൻ്റെ അടിത്തട്ടിലേക്ക് പോവുകയും ചെയ്യും. അവിടെ അത് ഡീകമ്പോസ് ആയിട്ട് ആൽഗകളുടെ ഗ്രോത്തിന് കാരണമാവുകയും ചെയ്യും. ആൽഗെ ടാങ്കിൽ ഒരു പരിധിയിൽ കൂടുതലായിക്കഴിഞ്ഞാൽ ടാങ്കിലെ വെള്ളത്തിൻ്റെ ഓക്സിജൻ അത് അബ്സോർവ് ചെയ്യുകയും വെള്ളത്തിൻ്റെ ഓക്സിജൻ ലെവൽ ക്രമാതീതമായിട്ട് കുറയുകയും ചെയ്യും. ഇങ്ങനെ ഓക്സിജൻ കുറയുമ്പോൾ തന്നെ നമ്മുടെ ഫിഷസിന് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വരാം. അതുപോലെ തന്നെ ഇത് അമോണിയ കണ്ടന്റും വെള്ളത്തിൽ ഇത് കൂട്ടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൊയ് ഫിഷസിൻ്റെ ഗ്രോത്തിനും ഹെൽത്തിനും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ഫീഡിങ് തന്നെ ആയിരിക്കണം. ദിവസവും 2 അല്ലെങ്കിൽ മാക്സിമം 3 നേരം മാത്രം നമ്മൾ അതിനെ ഫീഡ് ചെയ്താൽ മതിയാവും. ആ ഫിഷസിന് മാക്സിമം ഒരു 5 മിനിറ്റ് കൊണ്ട് കഴിച്ചു തീർക്കാൻ പറ്റുന്ന അത്ര ഫുഡ് മാത്രം കൊടുത്താൽ മതിയാവും. രണ്ടാമത് കണ്ടുവരുന്നതായിട്ടുള്ള മിസ്റ്റേക്കുകളാണ് ഇഗ്നോറിങ് വാട്ടർ ക്വാളിറ്റി. അതായത് നമ്മുടെ വിചാരം എന്ന് വെച്ചാൽ ക്ലിയർ ആയിട്ട് കിടക്കുന്ന വെള്ളമെല്ലാം പ്യുവർ വാട്ടറാണ്, അല്ലെങ്കിൽ ഫിഷിൻ്റെ ഗ്രോത്തിന് നല്ല ഒരു വാട്ടർ ആണെന്നാണ് നമ്മുടെ വിചാരം. ബട്ട് അതൊരു തെറ്റായ ധാരണയാണ്. കാര്യം ഈ കൊയ് ഫിഷസ് എന്ന് പറയുന്നത് ലാർജ് ക്വാണ്ടിറ്റിയിലാണ് വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ വേസ്റ്റ് എല്ലാം തന്നെ അമോണിയ കണ്ടന്റ് ഉള്ളതാണ്. അപ്പം ഈ വേസ്റ്റ് നമ്മുടെ വെള്ളത്തിൽ അടിഞ്ഞു കിടക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ വെള്ളത്തിൽ നല്ലപോലെ അമോണിയ സ്പൈക്ക് ഉണ്ടാവാനും അത് നമ്മുടെ ഫിഷസിൻ്റെ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യാനും കാരണമാകുന്നു. അമോണിയ കൂടാതെ തന്നെ നൈട്രൈറ്റും ഒക്കെ തന്നെ നമ്മുടെ ഫിഷസിൻ്റെ വളർച്ചയെ മുരടിപ്പിക്കാൻ കാരണമാകുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ഇമ്മ്യൂണിറ്റി നഷ്ടപ്പെടുന്നതിനും കാരണമാകുന്നു. ഈ നൈട്രൈറ്റ് എന്നൊക്കെ പറയുന്നതും അമോണിയൊക്കെ തന്നെ ധാരാളമായിട്ട് ഉള്ള വെള്ളത്തിലാണെങ്കിൽ അവിടെ ധാരാളം ആൽഗകളുടെ പ്രസൻസും ഉണ്ടായിരിക്കും. അതുപോലെ നമ്മുടെ വെള്ളത്തിൽ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാനുള്ള pH എന്ന് പറയുന്നത് 7 to 8.5 ആണ്. ഈ ഒരു pH ആണ് നമ്മുടെ ഫിഷസിൻ്റെ ഗ്രോത്തിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ഓക്സിജൻ ലെവൽ കുറയുന്നതും, അതായത് ഒരു കുഞ്ഞൊരു ടാങ്കിൽ തന്നെ ഒരുപാട് ഫിഷസ് വരുമ്പോഴേക്ക് തന്നെ അവർക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഓക്സിജൻ സപ്ലൈ കിട്ടണം എന്നില്ല. ഇതുമൊക്കെ തന്നെ എന്തായിട്ട് വരും, നമ്മുടെ ഫിഷസിൻ്റെ ഹെൽത്തിന് വളരെ നെഗറ്റീവായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ ടെസ്റ്റ് ചെയ്യുന്നതിന് നമുക്കൊരു കിറ്റ് അവൈലബിൾ ആണ്. ഫ്രഷ് വാട്ടർ മാസ്റ്റർ ടെസ്റ്റ് കിറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൽ നമുക്ക് pH, അമോണിയ, നൈട്രൈറ്റ് ഒക്കെ തന്നെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഇത് നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ്. ഈ കിറ്റ് യൂസ് ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് അതിൻ്റെ വാട്ടർ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ കിറ്റ് ഉപയോഗിച്ച് എങ്ങനെ ഇതിൻ്റെ വാട്ടർ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യണം എന്നുള്ളത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്സിജൻ സപ്ലൈ ഒക്കെ തന്നെ കൂട്ടാനായിട്ട് നമുക്ക് പോണ്ടിൽ എയർ പമ്പോ എയർ സ്റ്റോണോ ഒക്കെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ടാങ്കിൽ എപ്പോഴും വെള്ളം മാറ്റുമ്പോഴും നമ്മൾ ഡീക്ലോറിനേറ്റഡ് ആയിട്ടുള്ള വാട്ടർ വേണം യൂസ് ചെയ്യാനായിട്ട്, അതായത് ക്ലോറിനൊന്നും തന്നെ യൂസ് ചെയ്യാത്ത വെള്ളം. അടുത്തത് നമ്മൾ വാട്ടർ ചേഞ്ച് റെഗുലറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ആഴ്ചയിൽ വെള്ളം മാറ്റിക്കൊണ്ടിരിക്കുക. ഈ വെള്ളം മാറ്റേണ്ടതെന്ന് പറയുന്നത് കംപ്ലീറ്റ് ടാങ്ക് വറ്റിക്കണം എന്നുള്ളതല്ല, പകരം ഒരു 20%, 25% വെള്ളം മാത്രം അതിൽ നിന്ന് റിമൂവ് ചെയ്യുക. അത്രയും ക്വാണ്ടിറ്റി തന്നെ വീണ്ടും ആഡ് ചെയ്യുക. അങ്ങനെ വേണം നമ്മൾ ചെയ്യാനായിട്ടുള്ളത്. കംപ്ലീറ്റ് ഒരിക്കലും മാറ്റരുത്. മൂന്നാമതായി കണ്ടുവരുന്ന മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഫിഷസിനെ കുഞ്ഞു ടാങ്കിൽ വളർത്തുന്നതാണ്. നമുക്കറിയാവുന്നതാണ് കൊയ് ഫിഷസ് ഒരു 2 to 3 ഫീറ്റ് വരെ ഇതിനും വളർച്ച ഉണ്ടാവുന്നതാണ്. അപ്പോൾ കുഞ്ഞു ടാങ്ക്, ഇപ്പോൾ നമ്മുടെ ഫ്രിഡ്ജ് ബോക്സോ ഒക്കെ നമ്മൾ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ആ ഒരു ഏരിയ ഭയങ്കര കൺജസ്റ്റഡ് ആയിരിക്കും. അതിനൊരിക്കലും ഈസി ആയിട്ട് അവിടെ മൂവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പം അത് ആ ഒരു ഫിഷിനൊരു സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ ആക്കും. അതുപോലെ തന്നെ നമ്മളിപ്പം കുഞ്ഞൊരു സ്പേസിൽ ഒരുപാട് മീനുകളെ ഇടുന്നത് അതുമൊക്കെ തന്നെ അതിന് ഭയങ്കര സ്ട്രെസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. എപ്പോഴും ഒരു ലാർജ് സ്പേസ് തന്നെ നമ്മുടെ ഈ ഫിഷിന് വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. അതായത് ഏകദേശം ഒരു 2000 ലിറ്റർ വെള്ളമെങ്കിലും കൊള്ളാൻ പറ്റുന്ന വിധത്തിലുള്ളൊരു പോണ്ട് വേണം നമ്മളെപ്പോഴും കൊയ് ഫിഷസിനെ വളർത്താൻ നേരത്ത് അറേഞ്ച് ചെയ്യേണ്ടത്. നാലാമതായി കണ്ടുവരുന്ന മിസ്റ്റേക്കാണ് പൂവർ ഫിൽട്രേഷൻ സിസ്റ്റം. നമ്മൾ ഈ കൊയ് ഫിഷസ് എന്ന് പറയുന്നത് നമുക്കറിയാം ധാരാളം വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു ഫിഷാണ്. അപ്പം നമ്മൾ പ്രോപ്പറായിട്ട് ഈ വേസ്റ്റിനെ മാനേജ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ആ ഫിഷിന് തന്നെയായിരിക്കും മോശമായിട്ട് അഫക്റ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഡെയിലി ഈ ഫിൽട്ടർ സിസ്റ്റം യൂസ് ചെയ്യണം. ഇപ്പം നമ്മുടെ പോണ്ടിൻ്റെ സൈസ് അനുസരിച്ചായിരിക്കണം നമ്മൾ യൂസ് ചെയ്യുന്ന ഫിൽറ്ററും വരേണ്ടത്. അല്ലാണ്ട് ഒരു വലിയൊരു പോണ്ടും കുഞ്ഞൊരു ഫിൽറ്ററും ആയിക്കഴിഞ്ഞാൽ ഒരിക്കലും ആ ഒരു ഫിൽറ്ററിന്
നമ്മുടെ ഈ ഒരു ടാങ്കിലെ ഫുൾ വേസ്റ്റിനെയും ക്ലിയർ ചെയ്യാൻ പറ്റണം എന്നില്ല. അതുപോലെ തന്നെ ഈ ഫിൽറ്ററിലാണ് നമ്മുടെ കൊയ് ഫിഷസിൻ്റെ ഹെൽത്തിന് ആവശ്യമായിട്ടുള്ള ബെനിഫിഷ്യൽ ബാക്ടീരിയാസിൻ്റെ കോളനി വരുന്നത്. അപ്പം നമ്മൾ ഒരു ദിവസം ഈ 24 hours ഈ ഫിൽറ്റർ ഓൺ ആക്കി തന്നെ ഇട്ടേക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാര്യം ഈ വെള്ളം ഇതിലൂടെ കയറി ഇറങ്ങുമ്പോൾ മാത്രമേ ഈ ബെനിഫിഷ്യൽ ബാക്ടീരിയ അതിൽ ജീവനോടെ ഇരിക്കത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ, വെള്ളം അതിലൂടെ പാസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡെഡിനത് കാരണമാകും. അത് നിൽക്കുന്നത് കൊണ്ടാണ് ഈ അമോണിയയുടെ കണ്ടൻ്റൊക്കെ തന്നെ നമ്മൾ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യുന്നത്. നമ്മുടെ ഫിൽറ്ററിൽ നമ്മൾ പ്രധാനമായിട്ടും സെറാമിക് റിങ്സും സ്പോഞ്ചും ബയോബോൾസും ഒക്കെ തന്നെ യൂസ് ചെയ്യണം. ഇതെല്ലാം തന്നെ നമ്മുടെ ഈ ഒരു ബെനിഫിഷ്യൽ ബാക്ടീരിയയുടെ കോളനി ബിൽഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന കാര്യങ്ങളാണ്. അഞ്ചാമതായി കണ്ടുവരുന്നൊരു മിസ്റ്റേക്കാണ് സഡൻ വാട്ടർ ചേഞ്ച്. നമ്മൾ വെള്ളം മാറ്റിക്കഴിഞ്ഞാൽ, അതായത് ഈ ഒരു 20% വെള്ളം നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതേ 20% ആഡ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യണം, pH, ഇതൊക്കെ നമുക്ക് ബാലൻസ് ആയിരിക്കണം. അതായത് നമ്മുടെ ടാങ്കിൻ്റെ വെള്ളത്തിൻ്റെ അതേ pHും ടെമ്പറേച്ചറും തന്നെ ആയിരിക്കണം നമ്മൾ വീണ്ടും ആഡ് ചെയ്യുന്ന വെള്ളത്തിന്. അതുപോലെ വെള്ളം മാറ്റിയ ശേഷം നമ്മൾ കല്ലുപ്പ് ഈ പോണ്ടിലേക്ക് വിതറണം. അതായത് നമ്മളിപ്പോൾ ഒരു 20 ലിറ്റർ വെള്ളം മാറ്റി അതേപോലെ തന്നെ 20 ലിറ്റർ വെള്ളം ആഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഏകദേശം ഒരു 30 ഗ്രാം, ഏകദേശം ഒരു 5 സ്പൂൺ കല്ലുപ്പെങ്കിലും നമ്മൾ ഈ പോണ്ടിലേക്ക് ഇടണം. നമ്മൾ ഈ കല്ലുപ്പിടുന്നത് നൈട്രേറ്റിൻ്റെയൊക്കെ തന്നെ ആ ഒരു പെട്ടെന്നുള്ള ഒരു ഉയർച്ച തടയാനായിട്ടാണ് നമ്മൾ ഈ കല്ലുപ്പിടുന്നത്. ഇത് ഫിഷിൻ്റെ ഗ്രോത്തിന് വളരെ ഇഫക്റ്റീവാണ്. അതുപോലെ തന്നെ ബാക്ടീരിയൽ ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ തന്നെ വരാതെ ഒരു പരിധി വരെ ഇത് നോക്കും. കൊയ് ഫിഷസിന് കണ്ടുവരുന്ന ഒരു പരിധി വരെയുള്ള ബാക്ടീരിയൽ ഫംഗൽ ഡിസീസൊക്കെ തന്നെ വരാതിരിക്കാനായിട്ട് കല്ലുപ്പ് ഇതിനെ സഹായിക്കാറുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.